let's make this shit drama. Let's keep this party, let's keep this party. I feel like every day is my birthday. എല്ലാവർക്കും മൈടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഐഫോൺ 10ൻ്റെ ഒരു ക്ലോണാണ്. ഇത് ആദ്യം നിങ്ങളോട് പറയാം, ഇത് ക്ലോണാണ്, അല്ലാതെ ഒറിജിനൽ ഐഫോൺ അല്ല. ഇതിൻ്റെ മുകളിൽ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് കറക്റ്റ് ഐഫോൺ 10ൻ്റെ അതേ ബോക്സ് തന്നെയാണ് ഇതിൻ്റെ ക്ലോണിൻ്റെ ബോക്സും. അതായത് കറക്റ്റ് ആ ഒരു ഒറിജിനൽ ഐഫോൺ 10ൻ്റെ ബോക്സാണിത്. ഇതിൽ 256 GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് വേരിയൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് തുറന്നു നോക്കിയാൽ ചിലപ്പോൾ അത് അത്രയും ഉണ്ടാകത്തില്ല, 32 ഒക്കെ ആയിരിക്കും ഉണ്ടാകത്തുള്ളൂ. കറക്റ്റ് ഒരു ഐഫോൺ 10ൻ്റെ മാതിരി എന്നല്ല, ഐഫോൺ 10ൻ്റെ അതേ ബോക്സ് തന്നെയാണ് ക്ലോണിനും വരുന്നത്. ഓക്കെ, നമ്മളിതിങ്ങനെ ചെറുങ്ങനെ അൺബോക്സ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഐഫോൺ 10 തന്നെയാണ് കാണുന്നത്. ഈ ഒരു നമ്മുടെ ഐഫോൺ 10ൻ്റെ നോച്ച് ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് നോച്ചൊന്നുമല്ല, അത് സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ച് വെച്ചതാണ്. നമ്മുടെ S9ൻ്റെ അതേ ഒരു ആസ്പെക്ട് റേഷ്യോ ആണ് ഈ ഫോണിലുള്ളത്. പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഐഫോൺ 10ൽ നമുക്ക് ലഭിക്കുന്ന പോലെ സ്കാൻ യുവർ ഫേസ് എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു പേപ്പർ വർക്ക്സ് ഒക്കെ ഇതിൽ കിട്ടുന്നുണ്ട് ഐഫോൺ 10ൻ്റെ തന്നെ. ദെൻ ഒരു സിം ഇജക്റ്റിംഗ് പിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ബോക്സിൽ വേറെ കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഇയർഫോൺസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇയർഫോൺസ് എന്ന് വെച്ചാൽ USB Type-Cയുടെ ഇയർഫോൺസാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ദെൻ ഇതിലത്ര ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ആപ്പിളിൻ്റെ ഇയർപോഡിൻ്റെ ക്വാളിറ്റി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം ചെറിയൊരു പക്ക ലോക്കൽ ക്വാളിറ്റി ആയിരിക്കും ഈ ഒരു ഇയർഫോണിൽ ഉണ്ടാകത്തുള്ളൂ. USB Type-Cയുടെ ഇയർഫോണാണിത്. ദെൻ നമുക്ക് ഒരു ചാർജിങ് കേബിളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും USB Type-A to Type-Cയുടെ ചാർജിങ് കേബിളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ദെൻ ഇതിൽ ഫാസ്റ്റ് ചാർജറാന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് ഫാസ്റ്റ് ചാർജറൊന്നുമല്ല, ഒരു സാധാ ഫാസ്റ്റ് ചാർജർ അല്ലാത്തൊരു സാധാ ഓർഡിനറി രീതിയിൽ നമുക്കിത് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് പക്ക ലോക്കലാണ്. അത്ര നേരം ബാറ്ററി കപ്പാസിറ്റി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഈ ചാർജിങ് ബ്രിക്കും വളരെ പോക്ക് ബ്രിക്കാണ്. ഇതിൽ ഫാസ്റ്റ് ചാർജർ എന്നാണ് അതിൻ്റെ മുകളിൽ ലേബൽ ചെയ്ത് കാണിക്കുക. പക്ഷേ ഇത് ഫാസ്റ്റ് ചാർജറല്ല, നോർമൽ ചാർജറാണ്. നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ ഇതിൽ ബാറ്ററി എന്നൊക്കെ പറയുന്നത് 3200 എന്നൊക്കെ പറയും. പക്ഷെ അത്ര ഒന്നും ഉണ്ടാകത്തില്ല, ചെറിയൊരു കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ നിങ്ങളോട് ആദ്യം ഞാൻ പറയാം, ഇത് ക്ലോണാണ്. നിങ്ങൾ ആരും ഇത് ഐഫോണാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് മാത്രമല്ല, നിങ്ങൾ ചില മാർക്കറ്റൊക്കെ നിങ്ങളെ പറ്റിക്കാനും ഇടയുണ്ട് ഇങ്ങനെ ക്ലോണൊക്കെ വിറ്റിട്ട്. അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും ചെന്ന് പെടാതിരിക്കുക. നമുക്ക് ഈ ഫോണൊന്ന് കയ്യിലെടുത്ത് നോക്കാം. ഡുവൽ ക്യാമറയാണ് ബാക്കിൽ ഐഫോണിൻ്റെ അതേ ഡിസൈന്. പക്ഷേ അത് സിംഗിൾ ക്യാമറയാണ്. ഒന്ന് വെറും ഡമ്മി. 2 സ്പീക്കർ ഇതായുണ്ട്. അതിൽ ഒരു സ്പീക്കർ വർക്ക് ചെയ്യുള്ളൂ, മറ്റേത് ഡമ്മിക്ക് വേണ്ടി ഒരു ഷോന് വേണ്ടി വെച്ചതാണ്. പിന്നെ നമുക്ക് ആപ്പിളിൻ്റെ പോലെ സൈലൻ്റ് ആക്കാനുള്ള ഒരു ടോഗിൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ദെൻ നമുക്കൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം, റീബൂട്ട് ചെയ്യാം. ആപ്പിൾ ലോഗോ, ആപ്പിളിൻ്റെ അത് ബൂട്ട് ചെയ്യുന്ന അതേ ആനിമേഷനിൽ തന്നെയാണ് ഇതും ബൂട്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ നോച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്ക്രീനിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ ആപ്പെല്ലാം വെച്ച് നോച്ച് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു നോച്ചാണുള്ളത്. ശരിക്കുള്ള നോച്ചല്ലത്. അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ആപ്പ് വെച്ചൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന നോച്ച് തന്നെയാണ്. വലിയ ബെസൽസും ഉണ്ട്, മുകളിലും താഴെയായിട്ട് ചിൻ ബെസലും ഫോർ ഹെഡ് ബെസലിലൊക്കെ നല്ലോണം ഉണ്ട്. പിന്നെ ഐഫോണിനെ പോലെയുള്ള ഡിസൈനൊന്നുമല്ല ഇതിൽ കിട്ടുന്നത്. ദെൻ ബൂട്ട് ചെയ്യാൻ കുറേ സമയം എടുക്കുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഫേസ് ID എന്ന് പറയുന്നത് പക്ക ബോറാണ്. ഇതിൻ്റെ ഫേസ് ID 3D അല്ല, 2D ആണ്. പക്ഷേ 2D OnePlus 6 കാണുന്ന പോലെയുള്ള സെക്യൂർ ആയിട്ടുള്ള 2D അല്ല, അൺസെക്യൂർ ആയിട്ടുള്ള ആരുടെ മുഖം വെച്ച് വേണമെങ്കിൽ അൺബോക്സ് ചെയ്യാൻ പറ്റില്ല, ആരുടെ മുഖം വെച്ച് നമുക്ക് തുറക്കാൻ പറ്റുന്ന ഫേസ് ID ആണ് ഇതിൽ ഉള്ളത്. പിന്നെ ഇത് കസ്റ്റമൈസ്ഡ് ആൻഡ്രോയിഡ് ആണ്. കസ്റ്റമൈസ്ഡ് ആൻഡ്രോയിഡ് എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് തന്നെ, പക്ഷേങ്കിൽ
നമുക്ക് ആപ്പിളിൻ്റെ ഒരു ഇതിൽ നമുക്ക് ലഭിക്കുന്നതെന്ന് മാത്രം. അല്ലാതെ ഇത് ആപ്പിളിൻ്റെ ഇതുമല്ല. ക്യാമറ നമ്മൾ ഓണാക്കുമ്പോൾ ക്യാമറയും പക്ക ലോക്കലാണ്. ഒരു തരത്തിലുള്ള ഇതിൽ ഐഫോൺ 5ൻ്റെ പോലും ക്വാളിറ്റി ക്യാമറ തരുന്നില്ല. പക്ക എന്ന് വെച്ചാൽ പക്ക പോറാണ് ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൽ സ്ലോമോ എന്നൊക്കെ ഉണ്ട്. സ്ലോമോ എല്ലാം വെറുതെ ഇതിനു വേണ്ടി, ഷോന് വേണ്ടി വെച്ചതാണ്. അല്ലാതെ കാര്യമായിട്ടുള്ള സ്ലോ മോഷൻ ഒന്നും ഇതിലില്ല. ദെൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്പ് സ്റ്റോർ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ആൻഡ്രോയിഡ് ആണെന്ന് തെളിയിക്കാനുള്ള. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് മാപ്പ് തുറന്നാൽ, ദാറ്റ് മീൻസ് അതിൻ്റെ ഗൂഗിളിൻ്റെ മാപ്പാണ് ഇതിപ്പോൾ ഓപ്പണായി വരുന്നത്. സാധാരണ ഐഫോണിൽ അങ്ങനെയല്ല ഓണായി വരുന്നത്. ദെൻ ഇതിപ്പോൾ ഗൂഗിളിൻ്റെ മാപ്പാണ് വരുന്നത്. നമ്മൾ സിരി ഓൺ ചെയ്താൽ ഇവി എന്ന് പറയുന്ന ഒരു അസിസ്റ്റൻ്റ്, പേഴ്സണൽ അസിസ്റ്റൻ്റാണ് നമ്മൾ വരുന്നത്. അല്ലാതെ ശരിക്കുള്ള സിരിയല്ല. എവി എന്ന് പറഞ്ഞൊരു പേഴ്സണൽ അസിസ്റ്റൻ്റാണ്, വെർച്വൽ അസിസ്റ്റൻ്റാണ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. മൊത്തം എന്താ ക്ലോൺ എന്ന് പറഞ്ഞാൽ പക്ക ക്ലോൺ അത് തന്നെ. പിന്നെ ഇതിലെ സഫാരി അത്ര കുഴപ്പമൊന്നുമില്ല. സഫാരി ഓണാക്കുമ്പോൾ അത്ര വലിയ ഇതൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ ക്വാളിറ്റി എന്ന് പറയുന്നത് അതും പക്ക പോറാണ്. അത്ര ടച്ചൊന്നും ക്ലിയറായിട്ട്, ടച്ച് സെൻസിറ്റിവിറ്റി വളരെ മോശമാണ്. അത്ര ക്ലിയറായിട്ടും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അന്ന് വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. അത്രയ്ക്കും ബോറാണ് ഇതിൻ്റെ ടച്ച് എന്ന് പറയുന്നത്. ടച്ച് സെൻസിറ്റിവിറ്റി വളരെ ടെറിബിളാണ്. പിന്നെ സഫാരി തുറന്നാൽ കറക്റ്റ് ആപ്പിളിൻ്റെ സഫാരി പോലെ തന്നെയാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ വലിയ ആപ്പിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല സഫാരിക്ക്. പക്ഷേ ഇതൊരു ഞാനൊന്നും കൂടി പറയാം, ഇതൊരു ക്ലോണാണ്, ഐഫോൺ 10ൻ്റെ ക്ലോണാണ്. ദെൻ ഇത് നിങ്ങൾ എന്താ പറയുക, ശരിക്കുള്ള ഐഫോൺ ആണെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്തു എന്നേ ഉള്ളൂ. ദെൻ ഇതിൻ്റെ ക്ലോൺ, അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും വഞ്ചിക്കപ്പെടാതിരിക്കുക. ഇതുപോലുള്ള കുറേ ക്ലോണൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നല്ല ഐഫോണിൻ്റെ ക്ലോണാണെന്നൊക്കെ വെച്ച്. ഇതിൻ്റെ പുറകിൽ ആപ്പിളിൻ്റെ ലോഗോ ഉള്ളതുകൊണ്ട് അധികം ക്ലോൺ ആണെങ്കിലും അധികം പേരും ഇങ്ങനെയുള്ള ഫോണൊക്കെ വാങ്ങും. പക്ഷേ ഈ ഒരു പൈസയ്ക്ക് നിങ്ങൾക്ക് കുറേ നല്ല ആൻഡ്രോയിഡ് ഫോൺസ് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ആരും വഞ്ചിക്കപ്പെടാതിരിക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.